സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനക്ക് തോന്നുന്നില്ല വിശേഷങ്ങൾ പറയാം. എല്ലാരും എല്ലാ അച്ചായൻ സാധനങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. എനക്ക് തോന്നുന്നു കുറച്ച് സമയം കഴിയുമ്പോൾ ഫുള്ള് ചാറ്റ് മൊത്തം എല്ലാ അച്ചായൻ സാധനങ്ങളായിരിക്കും. എടാ മുത്തേ, എടാ ഞാൻ സംസാരിക്കുന്നില്ല. എടാ ഇൻസൾട്ട് എനക്ക് ആദ്യമായിട്ട് കിട്ടുന്നല്ല എന്റെ ജീവിതത്തിൽ. ഓക്കെ, അത് എനക്ക് പ്രശ്നമില്ല. പക്ഷെ അച്ചായനത് കൊണ്ട് അത് ഇതായി. അച്ചായനത് അതിൽ കയറി ഇടപെട്ട് എന്തിനാന്ന് എനിക്കറിയില്ല. ഞാൻ പറഞ്ഞു, എന്റെ ഉമ്മ സത്യം ഞാൻ പറഞ്ഞിട്ട് ചെയ്തതല്ല ഇത്. ഞാൻ പറഞ്ഞിട്ട് ചെയ്തല്ല. ഇതൊന്നും നമ്മളെ പ്ലാനിലേ ഇല്ല. നമ്മളെ മൈൻഡിൽ അവിടെ പോവുക, പബ്ജി ടൂർണമെന്റ് കാണുക, തിരിച്ചു വരിക, ഇതാണ് നമ്മളെ മൈൻഡില്. അവിടെ കാസ്ട്രോ വരുന്ന കാര്യം പോലും എന്റെ ഉമ്മ സത്യം എനിക്കറിയില്ല. ഈകള് വരുന്നുണ്ടെന്ന് എനിക്കറിയാം, ടി വി വരുന്നുണ്ടെന്ന് അറിയാം. ടി വിനെ കാണാന്നെല്ലാം എന്റെ മൈൻഡിലുണ്ടായിരുന്നു. വേറെ ഒന്നും എന്റെ മൈൻഡിലുണ്ടായിരുന്നില്ല. കാസ്ട്രോ വരൂന്ന് പോയിട്ട് എന്റെ ബി എം എനിക്കുള്ള കാര്യം തന്നെ ഞാൻ മറന്നിട്ടുണ്ടായിരുന്നു. ഇതെന്തിനാ അച്ഛൻ ഈ ഇടപെട്ടേന്ന് എനിക്കറിയില്ല. ഓക്കെ, ചിലപ്പോ ഞാൻ വണ്ടി ചോദിച്ചപ്പോ കാസ്ട്രോ തരാണെന്നപ്പം അയാൾക്ക് അച്ഛനെ കൊണ്ട് ഇപ്പം മനസ്സിലായി. ഇപ്പൊ എനക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ഓക്കെ, എടേ ഫാനിട്ടാ, എനക്കിപ്പോ ഒന്നും ചെയ്യാൻ കഴിയില്ല മുത്തേ. ഞാനൊരു കാര്യം പറ്റേ, നമ്മക്ക് ആദ്യമായിട്ട് ഒന്നല്ല ഇൻസൾട്ട്, നമുക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടല്ല ഇൻസൾട്ട് കിട്ടുന്നത്. നമ്മ ഇതെല്ലാം കണ്ട് ഇതിൽ നിന്നാണ് നമ്മ ഉണ്ടായത്. മനസ്സിലാവും, ഇതെന്നാ നമ്മ വന്നില്ല. അപ്പൊ എനക്ക് ഇതൊന്നും ഒരു സീനേ അല്ല. ഞാൻ അതും വെച്ച് ഇതാക്കാനോ ആ പരിപാടിക്ക് അമ്മയില്ല. ഓക്കെ, ആ കേസ് നമുക്ക് വിടാം. ഓക്കെ, ഞാൻ ആ കേസ് വിട്ട്, എനക്ക് പ്രശ്നമില്ല. പിന്നെ ബാക്കിയുള്ളവർക്ക് എന്താ പ്രശ്നം എനിക്ക് മനസ്സിലാവുന്നില്ല. ഓക്കെ, എല്ലാ അച്ചായൻ എടാ ഇപ്പൊ ഓക്കെ. എടാ അച്ചായനോട് ഞാൻ ആടുന്ന് സോറി പറയാന്ന് വെച്ചിട്ട് അച്ഛൻ പറഞ്ഞ ഓക്കെ സോറി പറയാ. ആടുന്ന് ആദ്യം തെറിവിളി കഴിഞ്ഞ് പിന്നെ നമ്മൾ ഉള്ളിൽ കയറിയിട്ട് അച്ഛനോട് പറഞ്ഞ ഓക്കെ പോയി സോറി പറയാം. എന്നിട്ട് അച്ഛനും കൂട്ടിട്ട് ഞാൻ ഒരിടത്ത് പോയി. എന്നിട്ട് അച്ഛനെ കൊണ്ട് സോറി പറയിപ്പിക്കാൻ നോക്കിയപ്പോ എനിക്ക് എന്റെ സോറി ഒന്നും വേണ്ടെന്ന് പറഞ്ഞു. പിന്നെ അവിടെ കഴിഞ്ഞ്. ഓക്കെ, പിന്നെ അവിടെ ടോക്കില്ല. ഇത് അങ്ങോട്ടും ഇങ്ങോട്ടും ആർക്കും നഷ്ടമൊന്നുമില്ല. അപ്പൊ പിന്നെ അവിടെ കഴിഞ്ഞ് വാട്ടെവർ. പിന്നെ അവിടെ ബാക്കിയുള്ളത് എനിക്ക് കിട്ടിയ ഇൻസൾട്ടാണ്. ഇതെന്ന് പറഞ്ഞാൽ എടാ മുത്ത, ഞാൻ ഒരു കാര്യം പറയട്ടെ, ഇത് എത്രയോ ആൾക്കാരോട് ഞാൻ വണ്ടി ഓടിക്കാൻ വയ്ക്കലുണ്ട്. എടാ എല്ലാവരും തരണം. എടാ ഓനങ്ങനെ നമ്മൾ കുറ്റം പറയാൻ പറ്റും? എടാ അത്രയും കോടികൾ കൊടുത്ത് വാങ്ങിയ വണ്ടിയാണ്. മനസ്സിലായോ? എടാ സത്യം പറയാണ്ടല്ലോ, ഞാൻ വേറൊരു കാര്യം പറയട്ടെ. ഞാൻ ഒരിക്കലും എനക്ക് അവനോട് ഒരു ദേഷ്യമില്ല. കാരണം എന്താ അറിയോ, ഓൻ ശരിക്കും എന്റെ കണ്ണ് തുറപ്പിച്ചാടാ. ശരിക്കും അത്രയും ദിവസം എനക്ക് അത്രയും ആളെ പോകുന്നതിന് എനിക്ക് ഭയങ്കര അഹങ്കാരത്തിലാണ് ഞാൻ ഉണ്ടായത്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? IRL എനിക്ക് ഭയങ്കര അഹങ്കാരമാണ്. അപ്പം നമ്മളൊന്ന് ഹമ്പിൾ ചെയ്യാൻ ഇങ്ങനെയുള്ള സാധനങ്ങളല്ല നമുക്ക് തരുന്നത്. മനസ്സിലാവും, നമ്മളൊന്ന് ഹമ്പിൾ ചെയ്യാൻ, നീ ഒന്നും ആയിട്ടില്ല, നീ അവിടെ എത്തിയിട്ടില്ല എന്ന് കാണിക്കാനാണ് അല്ല നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ തരുന്നത്. ഞാൻ ഒരിക്കലും ഓനെ കുറ്റം പറയില്ല. കാരണം ഓൻ എന്റെ കണ്ണ് തുറപ്പിച്ച് ഇത്രയും കാലം സ്ട്രീമായിട്ട് ഞാൻ എന്തുണ്ടാക്കി എന്നുള്ള ഇതെനക്ക് തോന്നി. മനസ്സിലായി, ആ ബോധോദയം അതിന് വേണ്ടിട്ടാണ് നല്ല തരുന്നത്. ഞാൻ വലിയ എനക്ക് ഒന്നുമില്ല, എന്നിട്ട് ഞാൻ വലിയ അഹങ്കാരം കളിച്ചിട്ടാണ് ഈ റോട്ടുമ്പിലൂടെ നടക്കുന്നത്, അല്ലെങ്കിൽ അഹങ്കാരത്തിലാണ് ഞാൻ ജീവിക്കുന്നത്. അപ്പൊ പെട്ടെന്ന് നല്ല തലക്ക് ഒരു അടി വന്നിട്ട് അടിയിരിക്കണ അങ്ങനെ പറയുന്ന സംഭവം. ഞാൻ അങ്ങനെ ചിന്തിക്കുന്നുള്ളൂ. ഇത് അത് ഞാൻ ഒരു പോസിറ്റീവ് വേലാന്ന് കാണുന്നത്. ഓക്കെ, നമ്മക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടൊന്നും ഇൻസൾട്ട് കിട്ടുന്നത്. നമ്മ ഇതെല്ലാം കണ്ട് ഇതിന്റെ അപ്പുറത്ത് കണ്ടിട്ടാണ് നമ്മ ഇവിടെ വന്നിട്ടിരിക്കുന്നത്. നമ്മക്ക് ഇതൊന്നും ചെയ്യുന്നതല്ല. അത് ഒരു കണക്കിന് നന്നായി. ഞാൻ അല്ലടാ കാര്യം പറയല, കാസ്ട്രോ എന്റെ കണ്ണ് ഉറപ്പിക്കരുത്. കാരണം ഓനെ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് എനിക്കറിയാം. ഓനെ എത്ര കൊല്ലായിട്ട് എനിക്കറിയാം. അച്ചായനെല്ലാം കാസ്ട്രോനൊന്നും അറിയാത്തോണ്ടാണ്, പരിചയമില്ലാത്തോണ്ടാണ്. കാസ്ട്രോ ഞാനായിട്ടുള്ള ഇതെല്ലാം പറഞ്ഞാൽ അല്ല, മീൻസ് അങ്ങനെ വലിയ ബന്ധം ഫ്രണ്ട്ഷിപ്പ് അങ്ങനെയല്ല ഞാൻ പറയുന്നത്. ഓൻ കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നതാ പണ്ട് മുതൽ. കാര്യം പറയല, ഇരുന്ന് കഷ്ടപ്പെടുന്ന ഞാൻ കാണുന്നത്. അപ്പൊ ഓൻ അത്രയും ഹാർഡ് വർക്ക് ചെയ്ത് പൈസ ഉണ്ടാക്കി കാറ് വാങ്ങി. ഞാൻ അത് ചെയ്തില്ല, അത് എന്റെ മിസ്റ്റേക്ക്. അല്ലാണ്ട് ഓനെ ഇതാക്കിയിട്ട് അതിൽ ഏറ്റു കൊടുത്തില്ല കാര്യം. അതെന്ത് ഇങ്ങനെയുള്ള അച്ചായൻ തായോളിയാണ് മമ്മുനെ മര്യാദ പഠിപ്പിക്കാൻ നടക്കുന്നത്. അടാ അത് കാര്യം അച്ഛൻ അവിടെ കയറി തെറി വിളിക്കേണ്ട കാര്യമില്ലായിരുന്നു. അത് ഞാൻ അന്ന് തന്നെ ലൈവിൽ തന്നെ ഞാൻ പറഞ്ഞല്ലോ. അതാണ്. അല്ലെങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്ക്, എന്റെ ഒന്നിച്ചുള്ള ഒരാള് വേറൊരുത്തനുമായിട്ട് ഫൈറ്റ് ആകുമ്പോൾ ഞാൻ അങ്ങനെ നോക്കിക്കോ. ഇത് സംഭവം ആദ്യം അച്ഛൻ തെറി വിളിച്ചു, അത് ഞാൻ കണ്ട. ഇതിന്റെ അപ്പച്ചൻ അങ്ങനത്തെ ഒരു വേർഡ് പറഞ്ഞത്. അത് അതുകൊണ്ട് തന്നെ ഞാൻ ന്യായീകരിക്കാണ്ടെന്നതാ. കാരണം അവർ തമ്മിൽ തീർത്തോട്ടെ വിചാരിച്ചു. പക്ഷെ നമ്മളെ കൂട്ടത്തിലുള്ള ഒരാളെ തെറി വിളിച്ചിട്ട് നമ്മൾ ന്യായീകരിക്കുന്നത് ശരിയല്ലല്ലോ. അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് മുത്തേ, നമ്മക്ക് ഇനി കുറച്ച് ഹാർഡ് വർക്ക് ചെയ്യണം. എന്തു പറയുന്നത്? ചാറ്റ് പറ, നമുക്ക് ഓണായിക്കൂടെ, നമുക്ക് പരിപാടി ഓണായിക്കൂടെ? എടാ ഞാൻ പറയട്ടെ,